അസ്സലാമു അലൈക്കും. കഴിഞ്ഞുപോയ ഓർമ്മകളിൽ ഭ്രാന്തി പിടിക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൻ ഇടനെഞ്ചൊന്ന് അമർത്തി തടവി. ഇരു കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തടയാൻ കഴിയാതെ തൻ്റെ മക്കളുടെ അവസ്ഥയോർത്ത് തകർന്നിരുന്നു അവൻ. അപ്പോഴേക്കും റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് 3 മക്കളും അവൻ്റെ അടുത്തേക്ക് വന്നു. ഏറ്റവും ഇളയ മോൻ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. മറ്റു 2 ആളും അവന് ഇടവും വലവുമായി ഇരുന്നു. ഫൈസി ചെറിയ മോൻ്റെ മുഖത്തൊരു മുത്തം കൊടുത്തുകൊണ്ട് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറ്റു 2 ആളും അവൻ്റെ തോളോട് ചാരി അവനെ ഒട്ടി നിന്നു. എപ്പോഴും കളിച്ചിരികൾ നിറഞ്ഞ ആ വീട്ടിൽ വല്ലാത്തൊരു ദുഃഖം തളം കെട്ടി നിന്നു. ഉമ്മ വരൂലേ വാപ്പാ? അവൻ്റെ നെഞ്ചിൽ നിന്ന് മെല്ലെ മുഖമുയർത്തി ചെറിയ മോൻ ഏങ്ങലോടെ ചതിക്കുമ്പോൾ അവൻ്റെ ഹൃദയം അകാരണമായി മിടിച്ചു തുടങ്ങി. അവൻ ഈ ചോദ്യം ചോദിക്കുന്ന ദിവസത്തെ താൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കുഞ്ഞുമോൻ്റെ കണ്ണുനീര് അവൻ്റെ ഷർട്ടിലേക്ക് പടരുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുനീരിൻ്റെ ചൂടിൽ അവൻ്റെ ഹൃദയം വെന്തുരുങ്ങി. എൻ്റെ ഉമ്മ വരൂലേ വാപ്പാ? മോൻ ഒരു ഉത്തരത്തിനായി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കഴിഞ്ഞുപോയ മാസങ്ങളിലൊക്കെയും ആ കുഞ്ഞു കാത്തിരിക്കുന്നത് അവൻ പോറ്റി വളർത്തിയ അവൻ്റെ ഉമ്മയാണ്. ഉമ്മ വീട് വിട്ടു പോകുന്നതിന് കുറച്ച് ദിവസം മുന്നെയാണ് അവൻ ആ മാതാവുമായി അവസാനം കാണുന്നത്. അവനിപ്പോൾ എന്തുമാത്രം തൻ്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്നുവെന്ന് അവന് മനസ്സിലാവും. തൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാതെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ചിരിക്കുന്ന ഉപ്പയുടെ മുഖത്തേക്ക് വീണ്ടും പ്രതീക്ഷയോടെ നോക്കിയിരുന്നവൻ ആ ചോദ്യത്തിന് മുമ്പിൽ ഫൈസയെ കുഴങ്ങിപ്പോയി. എന്താണ് അവനോട് പറയേണ്ടത്? ഈ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ പ്രായമാണോ ഇവൻ്റേത്? മറ്റു 2 മക്കൾക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. പക്ഷേ ഈ കുഞ്ഞിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഉമ്മ തിരിച്ചു വരുമെന്നോ? അങ്ങനെ പറഞ്ഞ ആ കുഞ്ഞു മനസ്സിനെ വീണ്ടും ആശിപ്പിക്കാനാണോ? ആ ഉത്തരം അവനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയുള്ളൂ. അറിയാം. അവൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അവൻ മുറുകെ അടച്ചു കളഞ്ഞു. അവനെയും മറ്റു 2 മക്കളെയും അവനോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞു പോയൊരു ദിവസം ചെറിയ മോൻ പറഞ്ഞൊരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും തെളിഞ്ഞു വന്നു. അവൻ്റെ ഉമ്മയുടെ കാമുകൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത് അവൻ കണ്ടെന്ന്. അതും ഈ റൂമിൽ വെച്ച്. അവന് കുറച്ച് ചോക്ലേറ്റ് കൂടി കൊടുത്ത് അവനോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞു. അയാൾ പാവമല്ലെന്ന് ഉമ്മ പറഞ്ഞെന്ന്. ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് തന്നോടവൻ പറയുമ്പോൾ മൂത്ത മകൻ്റെ മുഖം വല്ലാതെ കടുത്തു പോയിരുന്നു. അവനറിയാം അതൊക്കെ തെറ്റാണെന്ന്. കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള പക്വത അവനുണ്ട്. അവനിപ്പോൾ പറയുന്നത് ആ ഉമ്മായെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. ദേഷ്യവും വാശിയും വല്ലാതെ കൂടിയിട്ടുണ്ട് മോനെ. ഉള്ളിലെ സങ്കടം എങ്ങനെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണമെന്ന് പോലും അവന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവൻ ദേഷ്യവും വാശിയും കാണിച്ചു നടക്കുന്നത്. ആഹാരം കഴിക്കാൻ പോലും നിർബന്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിർബന്ധിക്കുകയോ ഒച്ചയെടുക്കുകയോ ചെയ്താൽ ആ നിമിഷം അവൻ പൊട്ടിക്കരയും. ഒരു തരം ഭ്രാന്തി പിടിച്ചതുപോലെ. അവൻ കരയുന്നത് കണ്ടാൽ മറ്റു 2 ആളും കൂടെ കരയും. ഫാസിൽ വരുമ്പോഴൊക്കെ പാർക്കിലും ബീച്ചിലുമൊക്കെ മക്കളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എവിടെ കൊണ്ടുപോയാലും അവരൊട്ടും ഹാപ്പിയല്ല. പാർക്കിൽ കൊണ്ടുപോയാൽ ഒന്ന് കളിക്കാനോ ബീച്ചിൽ പോകുമ്പോൾ ഒന്ന് കുളിക്കാനോ ഒന്നിനും ഒരു താല്പര്യവുമില്ല. ഏതു നേരവും അവരെന്തോ ഒരു ആലോചനയിൽ നടക്കുകയാണ്. 3 ആളും കണ്ണൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി കറുത്ത് കരുവാളിച്ചതുപോലെ എങ്ങനെ ഇരുന്ന മക്കളാണ്. ഇപ്പോൾ വാടിക്കുഴഞ്ഞുള്ള നടപ്പ് കാണുമ്പോൾ കൽബ് പിടഞ്ഞു പോവും. ഇപ്പോൾ വീട്ടിൽ നിന്നും ഒരു സ്ഥലത്തേക്കും പോകാൻ കൂട്ടാക്കാറില്ല. ആരോടും അധികം മിണ്ടാറില്ല. സ്കൂളിൽ പോലും പോകാൻ കൂട്ടാക്കുന്നില്ല. ഒന്നും പഠിക്കുന്നില്ല. ആകെ നിലതെറ്റി നിൽക്കുന്ന മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവനും അറിയില്ല. അവരുടെ ബാല്യം പോലും ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവരുടെ ഉമ്മ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. നീ ഏത് ലോകത്താണെങ്കിലും ശരി ഇതിനൊക്കെ അനുഭവിക്കും സഫീന. ഞാനല്ല. നീ പ്രസവിച്ച നിൻ്റെ 3 മക്കളും നിന്നെ മനസ്സുകൊണ്ടെങ്കിലും ശപിക്കുന്നുണ്ടാവും. ഈ പിഞ്ചു പ്രായത്തിൽ അത്രമാത്രം അപമാനവും ദുഃഖവും പേറിയാണ് ആ കുരുന്നുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സങ്ങനെ ചിന്തകളുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഫൈസി തുടരുന്ന മൗനം കാണെ അവൻ്റെ ചെറിയവൻ വീണ്ടും കരയാൻ തുടങ്ങി. 4 ആളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. പാപ്പാക്ക് കഴിവ് കുറഞ്ഞതുകൊണ്ടാണ് ഉമ്മ മറ്റാരുടെയോ കൂടെ പോയത്. ഫൈസിയുടെ മനസ്സങ്ങനെ മൗനമായി മുഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ നേരിട്ട് ചോദിച്ചു, എന്താടാ ഫൈസി, നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ അവൾക്ക് തൃപ്തിയില്ലായിരുന്നോ? അവൾ ആഗ്രഹിക്കും പോലെ നിനക്ക് പറ്റുന്നില്ലായിരുന്നോ എന്ന്. അവനതിന് എന്ത് മറുപടി പറയാനാ? അവൾ എന്നോട് തന്തയില്ലായ്മ കാണിച്ചെങ്കിലും
അവളും ഞാനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയാൻ എനിക്കൊരിക്കലും ആവില്ല. ഒന്നു മാത്രം പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാത്ത മറ്റെന്തെങ്കിലും ഒരു പക്ഷേ അവനെ അറിയാമായിരുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട് ഫൈസി, അവൾ അവൻ്റെ അടുത്ത് അടങ്ങിക്കിടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതാ. അവൻ എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടിയിരുന്ന അവളായിരുന്നു. അവളേക്കാൾ എത്ര വയസ്സിന് ഇളയതാണവൻ. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അവൾക്കായിരുന്നടാ കുഴപ്പം. നീ വരുന്നതുവരെ കാക്കാൻ ക്ഷമയില്ലാതെ കണ്ടവനെയും വിളിച്ച് വീട്ടിൽ കയറ്റിയോളാ. നീ നോക്കിക്കോ ഫൈസി, ഒന്നുകിൽ അവനെ കൊല്ലും, ഇല്ലേ അവൻ അവളെ കൊല്ലും. ഇതിലപ്പുറം ഒന്നും ആ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഒരു തരം പീറ സ്വഭാവമാണ്. അവൻ്റെ ദേഷ്യത്തിന് മുമ്പിൽ അവൾ പറക്കും. നിന്റെ കയ്യിലുള്ള പണവും അടിച്ചുകൊണ്ട് പോയതല്ലേ, അത് തീരുന്നത് വരെ രണ്ടാളും സുഖിച്ചു കഴിയും. അത് കഴിഞ്ഞ് എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് അവളറിയും. ഉറപ്പാ. ഇക്കാക്ക, മക്കളെയും കൊണ്ട് കഴിക്കാൻ വാ. ഫാസിയുടെ ശബ്ദമാണ് ഫൈസിയെ ഓർമ്മകളിൽ നിന്ന് മുക്തനാക്കിയത്. ഞാൻ കഴിച്ചോളാം ഫാസി, കുറച്ച് കഴിയട്ടെ. അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൾക്കും അത് മനസ്സിലായി. ഇക്കാക്ക, എന്നിൽ നിന്നും ഒളിച്ചു നടക്കാൻ വേണ്ടിയല്ലേ വരാതിരിക്കുന്നത്? എന്തായാലും ശരി, ഞായറാഴ്ച നമ്മൾ അവളെ കാണാൻ പോകും. എക്കെന്താ ഫാസില, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആരെ കാണാൻ പോകുന്ന കാര്യമാണ് ഈ ഇങ്ങനെ പറഞ്ഞു വരുന്നത്? ഉള്ള സമാധാനം സന്തോഷം മൊത്തം നശിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഈ എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റല്ലേ. ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലേ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. പോട്ടോ എന്ന് വെക്കുമ്പോൾ തീരെ തന്നെ സമാധാനം തരില്ലെന്ന് വെച്ചാൽ എൻ്റെ സമനില തെറ്റിപ്പോവും. അത് നീ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാ. അത്യധികം ദേഷ്യത്തോടെ ചാടി എണീറ്റ് ഫാസിലാക്ക് നേരെ ശബ്ദമുയർത്തുമ്പോൾ സഹോദരിക്ക് വേദനിച്ചതിനേക്കാൾ വേദന ഫൈസിക്ക് മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഇനിയൊരു പെണ്ണ്, ഇനിയൊരു വിവാഹം, അതൊന്നും സ്വപ്നത്തിൽ പോലുമില്ലാത്ത കാര്യമാണ്. വിശ്വാസം ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ തിരിച്ചെടുക്കുക എന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. തനിക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഫൈസിയെ കണ്ട് ഫാസിലാക്ക് വല്ലാത്ത സങ്കടം തോന്നി. സഹോദരൻ്റെ മനസ്സവൾക്ക് നന്നായിട്ടറിയാം. ആ മനസ്സിലെ വേദനകളോട് സ്വയം പോരാടുന്നവനോട് അവൾക്ക് സഹതാപം തോന്നി. അത്രയേറെ സ്നേഹത്തോടെ ഫാസി എന്നല്ലാതെ വിളിക്കാറില്ല. ഉമ്മ പോയതിൽ പിന്നെ പ്രത്യേക സ്നേഹമാണ് ഇക്കാക്കാക്ക്. എനിക്ക് വേറെ ആരാ ഇക്കാക്കമാരില്ലാതെ? ആദ്യമായി ഇത്രയധികം ദേഷ്യപ്പെടണമെങ്കിൽ ആ മനസ്സിലെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഫാസില ഏറെ നേരം ഫൈസിയെ കണ്ണെടുക്കാതെ നോക്കി. പിന്നെ ഇനി ഏതെങ്കിലും പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുത്. എൻ്റെ വാപ്പാനെയും എൻ്റെ മക്കളെയും കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് നീ കഷ്ടപ്പെട്ട ആളെ തിരിക്കി നടക്കേണ്ട. നീയും വരണ്ട എൻ്റെ മക്കളെ നോക്കാൻ. നോക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടല്ലേ എന്നെ വേറെ കെട്ടിക്കാൻ നിനക്കിത്ര തിടുക്കം? എന്നിട്ട് ഞാൻ വേറെ കിട്ടിയിട്ട് എൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്കാരും വേണ്ട, എനിക്കെൻ്റെ മക്കളും അവർക്ക് ഞാനും മതി. വീണ്ടും അവൾക്ക് നേരെ മുഖം കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മക്കളെയും മാറ്റി നിർത്തിയിട്ട് ഫൈസി ബാത്റൂമിലേക്ക് കയറിപ്പോയി. മാമി പോവാ മക്കളെ, വാപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്നോട് ഇവിടെ വരണ്ടെന്ന്. ഇനി മാമി വരില്ല. കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് ഓരോ മുത്തവും കൊടുത്ത ശേഷം ഫാസില റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഫൈസി അത് വ്യക്തമായി കേട്ടു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് വരെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അവളെ വേദനിപ്പിച്ചിട്ടില്ല. ഇന്ന് ഇത്രയും പരുഷമായി സംസാരിച്ചത് ഇനിയൊരു വിവാഹാലോചനയുമായി അവൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരാതിരിക്കാൻ മാത്രമാണ്. കുറച്ച് സങ്കടം തോന്നും, എന്നാലും സാരമില്ല. ഇനിയൊരു വിവാഹം അത് വേണ്ട. ഉറച്ചൊരു തീരുമാനം പോലെ അത് മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചവൻ. നിനക്ക് എന്തിൻ്റെ കേടാ മോളെ? നീ എന്തിനാ അവൻ്റെ പുറകെ വിവാഹക്കാരും പറഞ്ഞ് നടക്കുന്നത്? അവന് നീ കുറച്ചുകൂടി സമയം കൊടുക്ക്. ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ് അവൻ്റെ മനസ്സ്. അവൻ്റെ മനസ്സിന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഫൈസിയുടെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഫാസിലയോട് ഉപ്പ പറഞ്ഞു. ഓ പിന്നെ, മനസ്സ് തെളിഞ്ഞു വരാൻ കുറച്ചുകൂടി സമയം കൊടുത്ത് വാപ്പ ഇവിടെ കാത്തിരുന്നോ? അപ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിപ്പോയിരുത്തി കയ്യിലുള്ളതെല്ലാം തീർന്ന് തിരിച്ചു വരും. അന്നേരം അവളെ ഇവിടെ വീണ്ടും പിടിച്ച് പ്രതിഷ്ഠിക്കാനും മടിക്കില്ല ഈ ഇക്കാക്ക. കലിയോടെ പറഞ്ഞുകൊണ്ടവൾ ചാടിത്തുള്ളി പോകാനായി പുറത്തേക്കിറങ്ങി. ഞാൻ പോവാ വാപ്പ. ഇനി ഞാൻ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല. അവിടെയും എനിക്ക് ഇത്തിരി പണിയുണ്ട്. വാപ്പാക്ക് സലാം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ കാറിലേക്ക് കയറി. ചെക്കൻ്റെ മാത്രമല്ല പെണ്ണിൻ്റെയും മനസ്സ് മാറ്റിയാലല്ലേ കല്യാണം നടക്കൂ. ആലോചിച്ചു കൊണ്ടവൾ മെല്ലെ കാർ തിരിച്ച് റോഡിലേക്ക് ഇറക്കി. ആരെ ഇക്കാത്? നിങ്ങൾ ഫ്രണ്ട് മാത്രം ഉള്ളെന്നല്ലേ പറഞ്ഞത്?
അത് വിവാഹം പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. ഷാഹിന സംശയത്തോടെ ഭർത്താവ് നൗഫലിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ എനിക്കും അറിയില്ല, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. ഇതിപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. നൗഫൽ അപ്പോൾ അല്പം മടിയോടെ പറഞ്ഞു. നിങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, എങ്കിലേ എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഷാഹിന ഒന്നും മനസ്സിലാവാതെ വീണ്ടും നൗഫലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഗൾഫിൽ എൻ്റെ കൂടെ നിന്നതാണ് ഷംനാദ്. ഞങ്ങളൊരു റൂമിലായിരുന്നു. അവൻ 2 വർഷം നിന്നിട്ട് തിരിച്ചു പോയി. എങ്കിലും ഫോൺ വിളിക്കും. ഇപ്പോൾ 2 ദിവസം മുന്നേ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞത്. ആദ്യമായിട്ട് വരുന്നതല്ലേ, അതും ഇങ്ങോട്ട് ചോദിച്ചിട്ട് വരാൻ വഴിയും കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവൻ ഒറ്റയ്ക്കാണെന്നാണ് ഞാനും കരുതിയത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ കാണുന്നത്. അതേതാ പെണ്ണ്? അവനേക്കാളും കുറച്ചുകൂടി പ്രായമുണ്ടല്ലോ, നിങ്ങളോട് പറഞ്ഞില്ലേ? ഷാഹിനയ്ക്ക് ആകെ സംശയം. അവനെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാ. നൗഫൽ പറഞ്ഞു നിർത്തുമ്പോൾ ഷാഹിന അന്തം വിട്ടവനെ പോലെ നോക്കി. സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതോ? അപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ? അവൾക്ക് നല്ല പ്രായമുണ്ടല്ലോ ഇക്ക. അവൻ പറഞ്ഞത് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന്. എന്തബദ്ധം? ഷാഹിനയുടെ കണ്ണുകൾ തുറച്ചു വന്നു. പറയാം, നീ ഒന്ന് സമാധാനപ്പെട് ഷാഹി. ഞാൻ തന്നെ അതൊക്കെ കേട്ടതിൻ്റെ ഷോക്കിലാണ്. നൗഫലും ഷാഹിനയും താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ നിന്നും ചെടികൾ വിൽക്കാൻ പോയി അവിടെ തന്നെ സ്ഥിരതാമസാക്കിയതാണ് നൗഫൽ. ഷാഹിനയെ പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവർക്ക് 2 മക്കളുമുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല നിലയിലാണ് നൗഫലിൻ്റെ ജീവിതം. ദുബായിൽ വെച്ചുള്ള പരിചയമാണ് ഷംനാദുമായി. ചെടിക്കച്ചവടം തുടങ്ങുന്നതിന് മുമ്പേ നൗഫൽ ഗൾഫിലായിരുന്നു. പിന്നീട് എല്ലാം നിർത്തി. നൗഫലിന് 35 വയസ്സായി, ഷാഹിനയ്ക്ക് 31. അന്ന് രാവിലെ അവരുടെ കൂടെ വീട്ടിലെത്തിയതാണ് ഫൈസിയുടെ ഭാര്യ സെഫീനയും അവൻ്റെ കാമുകൻ ഷംനാദും. വന്നപ്പോൾ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് രണ്ടാളും വന്നത്. ഷംനാദിനെ മാത്രം പ്രതീക്ഷിച്ചിരുന്നവർ കൂടെ ഒരു പെണ്ണിനെയും കൂടി കണ്ടത് അന്തിച്ചു നിൽപ്പാണ്. അതും ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഷംനാദിനേക്കാൾ എത്രയോ വയസ്സ് മൂത്തതാണെന്ന്. വന്നു ചായയും കുടിച്ച് രണ്ടാളും ഫ്രഷ് ആവാനായി റൂമിലേക്ക് കയറി. നൗഫലും ഷാഹിനയുമായി ഒരുപാട് നാളെയുള്ള പരിചയം പോലെയാണ് സെഫീനയും ഷംനാദും ഇടപെടുന്നത്. സെഫീനക്ക് യാതൊരു തരത്തിലുള്ള അപരിചിതമോ അങ്കലാപ്പോ ഒന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ ഷംനാദിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവരെ കണ്ട് ഒന്നും മനസ്സിലാവാതെ അന്തിച്ചു പോയത് നൗഫലും ഷാഹിനയുമാണ്. വിടന്നെ, എന്തിനാടാ നിനക്കെത്ര ആക്രാന്തം? ഫ്രഷ് ആവാൻ റൂമിൽ കയറി ഡോറടിച്ചതും ഷംനാദ് സെഫീനയെ ചുറ്റി വരിഞ്ഞു. സെഫീനയും ഏത് നിമിഷം അത് കൊതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്കിലും അവൻ ശരീരം പിടിച്ചു നെക്കി ഉടക്കുമ്പോൾ ദുർബലമായ രീതിയിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കും. അവനും അതൊക്കെ അറിയാം. എങ്കിലും രണ്ടാളും അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പ്രവൃത്തികൾ തുടരും. അവളുടെ ഉയർച്ചത്താഴ്ചകളിലൂടെ അവൻ്റെ കൈകൾ സഞ്ചരിക്കും. അവളതിൽ പുളകം കൊണ്ടുകൊണ്ട് അവനെ അവളുടെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. 3 പെറ്റെങ്കിലും ഇപ്പോഴും നല്ലൊരു ഉരുപ്പടി തന്നെയാടി. അവളുടെ ചെവിയിൽ തൻ്റെ നാവുകൊണ്ടെന്ന് നുണഞ്ഞ് ഭ്രാന്തമായ ആവേശത്തോടെ പറഞ്ഞു. അവളൊന്ന് കുണുങ്ങി ചിരിച്ചു. അവളിൽ നാണം നിറഞ്ഞു. അവനവളെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. അവളപ്പോൾ അവനിൽ നിന്നും അനുഭവിക്കാൻ പോകുന്ന അനുഭൂതിയുടെ ലഹരിയെക്കുറിച്ച് മാത്രമാണ് ഓർത്തിരുന്നത്. അവനേക്കാൾ ആവേശം ഓരോ നിമിഷം അവൾക്കായിരുന്നു. അവനെ ഒന്നാകെ സ്വീകരിക്കാൻ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും അവൾ ഉപേക്ഷിച്ചിറങ്ങി വന്ന 3 മക്കളെയോ അവളെ മാത്രം വിശ്വസിച്ച് മരുഭൂമിയിൽ ചോര നീരാക്കിയവനെയോ ഒരു നിമിഷം പോലും ഓർത്തില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ശരീരത്തെ ചൂടുപിടിക്കുമ്പോൾ അവൾ ഏൽപ്പിച്ചു പോയ വിശ്വാസവഞ്ചനയുടെ ആഘാതത്തിൽ തകർന്നു പോയവനെ പാടെ മറന്നിരുന്നു അവൾ. ആലി! ഇടവഴിയും കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി വരുന്ന ആലിയയെ ഫാസില നീട്ടി വിളിച്ചു. പുറകിൽ നിന്നുള്ള വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ അരികിലേക്ക് അല്പം സ്പീഡിൽ നടന്നു വരുന്ന ഫാസിലയെ നോക്കി ചിരിച്ചുകൊണ്ട് റോഡിൻ്റെ സൈഡിലേക്ക് ആലി ഒന്ന് ഒരുങ്ങി നിന്നു. ഇന്നെന്താ താമസിച്ചോ മോനെ കൊണ്ടാക്കാൻ? ഫാസില കിതപ്പോടെ ചോദിച്ചു. ഇന്ന് ആൾക്കേ അങ്കണവാടിയിൽ പോകാൻ തീരെ ഇഷ്ടമല്ല. ഒന്നിനൊന്നും അടിക്കുന്നില്ല. കുളിക്കാനും കഴിക്കാനും ഒന്ന്. അവസാനം ഒന്ന് ഇണക്കിയെടുത്ത് കൂട്ടിക്കൊണ്ട് ഇറങ്ങിയപ്പോൾ പതിവിലും താമസിച്ചു. ഫാസിയെ നോക്കിയൊന്ന് നേർമേൽ ചിരിച്ചുകൊണ്ട് ആലിയ പറഞ്ഞു. ഫാസിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. നന്നായി വെളുത്ത നിറമാണ് ആലിയ. കട്ടിയുള്ള പുരികവും വിടർന്ന കണ്ണുകളും ഇടുപ്പോളം മുടിയൊക്കെയുമുള്ള സുന്ദരി.
അധികം തടിയൊന്നുമില്ല, ഒതുങ്ങിയ ശരീരമാണ്, ആവശ്യത്തിന് പൊക്കവുമുണ്ട്. തലയിലെ ഷോൾ ഒന്നുകൂടി പിടിച്ച് നേരെയിടുന്നവളെ ഒന്നുകൂടെ നോക്കുമ്പോൾ തൻ്റെ ഇക്കാക്ക തന്നെ ഇവളെ തന്നേക്കണേ പഠിച്ചോനെ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഇത് ആലിയ. 30 വയസ്സുള്ള ആലിയയ്ക്ക് 6 വയസ്സുള്ളൊരു മോളുണ്ട്, മിസ്രിയ. അവളുടെ ഉമ്മാൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ആലിയയും അവളുടെ വാപ്പ മജീദും മോളും താമസം. ചെറിയൊരു വീടുണ്ടായത് ഉമ്മാൻ്റെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ വിൽക്കേണ്ടി വന്നു. ആലിയയുടെ ഉമ്മാടെ അവസാന ആഗ്രഹം പോലെയാണ് അവളുടെ വിവാഹം നടത്തിയത്. അത് വലിയൊരു പരാജയമായിരുന്നെങ്കിലും ഉമ്മാക്ക് വേണ്ടി എല്ലാം അവൾ സഹിച്ചു. അവസാനം ഉമ്മയുടെ മരണശേഷമാണ് ആദ്യ വിവാഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആലിയ കൈക്കുഞ്ഞുമായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വാപ്പാക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ആലിയയുടെ ഉമ്മാൻ്റെ സഹോദരൻ അബ്ബാസിൻ്റെ വീട്ടിലാണ് ആലിയ. ആലിയയുടെ അടുത്ത് വന്ന് വിശേഷങ്ങൾ ഓരോന്നായി തിരക്കുമ്പോഴാണ് ഫാസിലക്ക് താൻ അവളോട് ചോദിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആകെ വെപ്രാളം നിറഞ്ഞു. ഇപ്പോൾ ഇത്തയെ ഈ വഴി കാണാറില്ലല്ലോ, ആലിയ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആലി, വീട്ടിലെ കാര്യം. അവിടെ ഇപ്പോൾ ആകെ തകിടം മറിഞ്ഞ് കിടക്കുകയാ. 3 മക്കളും ഇക്കാക്കയും തകർന്ന് തരിപ്പടമായി നിൽക്കുന്ന അവസ്ഥ. ഞാനിപ്പോൾ അവധി കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വീട്ടിലേക്ക് ഓടിപ്പോവും. മക്കളെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. അവർക്കൊക്കെ എന്നും അസുഖമാണ്. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ അവരെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഞാനും കൂടി തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെയുള്ള അവരുടെ കാര്യം ആലോചിക്കാൻ പോലും വയ്യ, അവൾ പറഞ്ഞു. അതേ പാവം, മക്കളുടെ കാര്യമാണ് കഷ്ടം. ചെറിയ പ്രായമല്ലേ. അവൾ അലിവോടെ പറയുന്നത് കേട്ടവൾ സാഗൂതം അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് ആലോചനകളൊക്കെ എൻ്റെ ഇക്കാക്ക നോക്കി. പക്ഷേ ഇക്കാക്ക ഒന്നിനും അടുക്കുന്നില്ല. ഇനി വരുന്ന പെണ്ണ് മക്കളെ നോക്കൂ എന്നൊരു ഭയമാണ്. അതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുന്നവളെ കൈകളെ ചേർത്ത് പിടിച്ചു ഫാസില. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആലി? ഇടർച്ചയോടെ ഫാസില ചോദിക്കുമ്പോൾ എന്താണെന്നൊരു ഭാവം ആലിയുടെ മുഖത്ത് തെളിഞ്ഞു. എൻ്റെ ഇക്കാക്കയുടെ പെണ്ണായി, ആ മക്കളുടെ ഉമ്മയായി നിനക്കെൻ്റെ വീട്ടിലേക്ക് വരാമോ? എൻ്റെ ഇക്കാക്ക പാവാടി, നിന്നെയും മോളെയും പൊന്നു പോലെ നോക്കും. നീയാകുമ്പോൾ എനിക്ക് ആശ്വാസവും നല്ലൊരു വിശ്വാസവും ഉണ്ട്. എൻ്റെ ഇക്കാക്കയും മക്കളും ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കും. നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് വന്നൂടെ എൻ്റെ ഇക്കാക്കയുടെ ഭാര്യയായിട്ട്? അപേക്ഷ പോലെ ഫാസില പറഞ്ഞു നിർത്തുമ്പോൾ നെട്ടലോടെ ഫാസിലയുടെ കൈകളിൽ നിന്ന് അവൾ കൈകൾ വലിച്ചെടുത്തു. ഫാസില പറഞ്ഞ ഓരോ വാക്കുകളും ഇടിമുഴക്കം പോലെ ചെവിയിലേക്ക് ഇറങ്ങി. വേണ്ട, ഇനിയൊരു വിവാഹം എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. പേടിയാ, എനിക്ക് പേടിയാ. ഭാര്യ എന്ന വാക്ക് പോലും കേൾക്കുമ്പോൾ പേടിയാ. ഈ സംസാരം ഇവിടെ തന്നെ കഴിയട്ടെ ഫാസിത്ത. ഇത്താടെ ഇക്കാക്കക്ക് വേറെ നല്ലൊരു ബന്ധം കിട്ടും. എനിക്ക് പറ്റില്ല, പോട്ടെ. ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ടവൾ വിറക്കുന്ന കാലുമായി വലിച്ചു വെച്ച് മുന്നോട്ട് നടന്നു. അന്നേരം ഭർത്താവ് എന്ന പേരിൽ മൃഗത്തെ പോലെ തന്നെ ദ്രോഹിച്ചവൻ്റെ മുഖം അവൾക്ക് മുൻപിൽ തെളിഞ്ഞു വന്നു. ആലിയ നടന്നു പോകുന്നത് നോക്കി ഫാസില നിശ്ചലമായി നിന്നുപോയി. ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു മറുപടി അവൾ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇനി എന്ത് എന്നൊരു ചിന്ത ഫാസിലയുടെ ഉള്ളിൽ നിറയുമ്പോൾ എങ്ങനെയെങ്കിലും 2 പേരെയും ഒരുമിപ്പിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു. എങ്കിലും ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവൾ സമ്മതിച്ചു തരും എന്നൊരു ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു ഇക്ക. പിന്നെ ഞാനൊന്ന് അവളോട് സൂചിപ്പിച്ചേ എന്നേ ഉള്ളൂ. തിരിച്ച് വീട്ടിലെത്തിയതും ഫാസില നടന്ന കാര്യങ്ങളൊക്കെയും ഭർത്താവ് റഫീഖിനോട് പറഞ്ഞ് കേൾപ്പിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ ഇക്കാക്കയും ഇതുപോലെ തന്നെയാണല്ലോ. ഇനി ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചല്ലേ നടക്കുന്നത്? 2 ആളും 2 ദിശയിലാണ്. ഇനി 2 ആളെയും ഒരുമിപ്പിച്ചിട്ട് എനിക്ക് വിശ്രമമുള്ളൂ. നിങ്ങളും കൂടി സഹായിക്കണം. ഈ കല്യാണം നടന്നു കിട്ടിയാൽ ആ കുട്ടികൾക്കൊരു ഉമ്മയും വാപ്പയും ആവും. അവർക്ക് 2 ആൾക്കും ഒരു ജീവിതവും കിട്ടും. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയാക്കാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല, ആലോചനയോടെ പറഞ്ഞുകൊണ്ടവൾ റഫീഖിൻ്റെ അടുത്തേക്ക് ഇരുന്നു. ഇനി എന്താ നിൻ്റെ അടുത്ത പ്ലാന്? ഇക്ക, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ആലിയയുടെ വാപ്പയെ കാണാറുണ്ടോ? അവളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ആരായാലും മതി. അവരെ കാണുമ്പോൾ ഇക്കാര്യം ഒന്ന് സൂചിപ്പിക്കണം. അവരെ അന്വേഷിക്കട്ടെ നമ്മളെക്കുറിച്ച്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെങ്ങാനും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കും. അവളൊരു ചെറിയ പെണ്ണല്ലേ, എത്ര കാലം അവളെങ്ങനെ കഴിയാനാണ്? അതുകൊണ്ട് ഉറപ്പായും അവളെ വാപ്പയെങ്കിലും പറഞ്ഞവളെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇക്കാക്കാൻ്റെ ചുമതലയാണ്. ഒരു ദിവസം പോലും വൈകിപ്പിക്കണ്ട. ഇന്ന് തന്നെ പറ്റിയാൽ
ഇക്കാര്യം അവരോട് സംസാരിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം ഇക്ക. എനിക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും പേടിയാണ്. സഫീന അവളെങ്ങാനും തിരിച്ചു വന്നാലോ? ആശങ്ക നിറഞ്ഞിരുന്നു അവളുടെ വാക്കുകളിൽ. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ആണ് അവൾ സ്വീകരിക്കോ? സഫീനയെക്കുറിച്ച് പറഞ്ഞു കേട്ടതും റഫീഖിന് ദേഷ്യം വന്നുപോയി. മക്കൾക്ക് വേണ്ടിയാണ് ഇക്ക ഓരോ മനുഷ്യനും ചില സമയങ്ങളിൽ എത്ര ദുഃഖങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ അവസ്ഥയും ഇപ്പോൾ അങ്ങനെയൊന്നല്ലേ ഇക്ക? അതാണ് എനിക്കും പേടി. ഞാൻ എന്തായാലും അവളുടെ വാപ്പാനോട് സംസാരിക്കട്ടെ. വളരെ വേഗം വീട്ടിലേക്ക് കാലുകൾ നീട്ടി വെച്ച് നടക്കുമ്പോൾ വിയർത്ത് കുളിച്ചു പോയിരുന്നു ആലിയ. വീടിന് മുന്നിലെ വലിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയവൾ ഇടത് സൈഡിലൂടെ അടുക്കള വശത്തേക്ക് നടന്നു. ഉള്ളിലാകെ ഒരു തരം വിറയിൽ പടർന്നു കയറും പോലെ. എന്തിനല്ലാതെ നെഞ്ചാകെ വേദനിക്കുന്നു. എന്താ മോളെ, എന്താ ഇന്ന് താമസിച്ചത്? കുഞ്ഞു പിണക്കായിരുന്നു അവിടെ ചെന്നിട്ടും. വാപ്പയുടെ ശബ്ദമാണ് ആലയെ ഏതൊക്കെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്താ വാപ്പ? എന്താ ചോദിച്ച് ഞാൻ കേട്ടില്ല. നീ എന്താ നേരം വൈകിയതെന്ന്? അതോ അത് പിന്നെ വഴിയിൽ വെച്ച് ഫാസിലെത്താനെ കണ്ടു. അപ്പോൾ കുറച്ച് സമയം കാര്യം പറഞ്ഞു നിന്നു. അതാണ് വാപ്പ താമസിച്ചത്. വേഗം മറുപടി പറഞ്ഞുകൊണ്ടവൾ അടുക്കളയിലേക്ക് കയറി. ഒരുപാട് ജോലികൾ ഇനിയുമുണ്ട്. രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ചോറ് വെച്ചു. അമ്മാവൻ്റെ ഇളയ മകൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കുഞ്ഞിനെയും ഉമ്മയെയും കാണാൻ മിക്കവാറും ഇപ്പോൾ ഗസ്റ്റുണ്ട്. ആ മക്കൾക്ക് രാവിലെ കൊടുത്തുവിടാനുള്ളത് കൊണ്ട് ഒരുവിധം എല്ലാം രാവിലെ ഒതുക്കാറുണ്ട് ആലിയ. പക്ഷേ ഇന്ന് വേറെ കറികളൊന്നുമില്ല. ഇന്നലെ മൊത്തം ആളായിരുന്നു. അപ്പോൾ ഒരുപാട് ജോലികളുമുണ്ട്. പേരിന് മാത്രം അമ്മായി അടുക്കളയിൽ വന്ന് പോവും. മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെ തന്നെ. അവർക്കൊക്കെ എന്തൊക്കെയാണ് ഓരോ ദിവസം കഴിക്കാൻ ആവശ്യമുള്ളതെന്ന് അറിയിച്ചു പോകും. ആലിയക്ക് ഒന്നിനും ആരോടും പരാതിയില്ല. അമ്മോനെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ പെരുവഴിയിലാകാതെ ഈ വീട്ടിൽ ഞങ്ങൾക്ക് കൂടി സ്ഥലം തന്നത്. അല്ലായിരുന്നെങ്കിൽ മോളെയും വാപ്പാനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമായിരുന്നു? വാപ്പാക്ക് അധിക നേരം നിൽക്കാൻ പോലും കഴിയില്ല. കാലിൻ്റെ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം തന്നെ എല്ലാം മതിയാക്കുകയായിരുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഇനിയും വയ്യ എന്ന് പറഞ്ഞ് നിർത്തി. പിന്നീട് മറ്റു ചികിത്സയ്ക്കൊന്നും പോകാറില്ല. കാലിൻ്റെ വേദന കൂടുമ്പോൾ മരുന്ന് കഴിക്കും. പറ്റുമ്പോൾ ആലിയക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഉപ്പ. പക്ഷെ അവളും മോളും ഒന്നിനും സമ്മതിക്കാറില്ല. അവിടെയുള്ള ജോലികളൊക്കെയും യാതൊരു പരാതിയും ഇല്ലാതെ ആലിയ ചെയ്യാറുണ്ട്. അമ്മാവനും അമ്മായിയും മക്കളും മരുമക്കളും ഇതുവരെ അവളോട് മോശമായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അതിനുള്ള ഒരു സാഹചര്യവും അവൾ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാവും നല്ലത്. ആ വീട്ടിലെ ഓരോരുത്തരുടെയും കാര്യം കണ്ടറിഞ്ഞ് യഥാസമയം ചെയ്തു കൊടുക്കുന്നുണ്ടവൾ. എപ്പോഴും ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അല്ലാതെ അവളെ ആർക്കും കാണാൻ കഴിയില്ല. ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവളത് മൈൻഡ് ചെയ്യാറുമില്ല. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, ഫാസിലയുമായി സംസാരിച്ചതിന് ശേഷം ആലിയുടെ മനസ്സാകെ വേറെ എവിടെയോ ആയിരുന്നു. ഒരു ജോലിയിലും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇത് ആദ്യമായിട്ടല്ല അവൾക്ക് കല്യാണാലോചന വരുന്നത്. ഇതിനു മുമ്പും ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ തന്നെ അവൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കല്യാണക്കാര്യത്തിൽ ആരും അവളെ അധികം നിർബന്ധിക്കാറില്ല. ആദ്യ വിവാഹം അവളെ അത്രമേൽ തകർത്തു കളഞ്ഞു. അവളുടെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവളെ ആരും നിർബന്ധിക്കാറില്ല. പക്ഷേ ഈ വിവാഹക്കാര്യം ഫാസില പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ മനസ്സിലാകെ വല്ലാത്തൊരു ആശയക്കുഴപ്പമായി. തൻ്റെ ജീവിതത്തിലേക്ക് മറ്റാരോ കടന്നു വരാൻ പോകുന്നു എന്നൊരു തോന്നൽ. ആ ചിന്ത നിറയുമ്പോഴൊക്കെ അവളിൽ വെപ്രാളവും കടന്നുകൂടി. അന്നത്തെ ദിവസം മുഴുവനും ഫാസില ഇക്കാര്യം മറ്റാരോടും സംസാരിക്കരുത് എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. ഇക്ക, നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ആ പെണ്ണിനെയും ചെറുക്കനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എനിക്കറിയില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ നോക്കിക്കോളെ. 3 മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി വന്ന ഇവളെപ്പോലെ ഉള്ളതെന്നും വെച്ചു വിളമ്പി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവസാനം നിങ്ങളെ കൂടി അവൾ അടിച്ചോണ്ട് പോവും. പിന്നെ ഞാനും മക്കളും വയ്യാതാരാവും. സഫീനയും ഷംനാദും വന്നിട്ട് തിരിച്ചു പോകാത്തത് കാരണം ഷാഹിന വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അതിൻ്റെ പൊട്ടിത്തെറി ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്നുണ്ട്. നാണല്ലാത്തോള്. വന്നിരുന്ന് തിന്നും കുടിച്ച് ഇവിടെ സുഖിച്ചു കഴിയാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന 2 എണ്ണം. ഇവിടെ ഇനി നിർത്താൻ പറ്റൂലേക്കാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടോ. ഇവരെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയാ ആവശ്യം പോലെ ലോഡ്ജ് കെട്ടിയിരിക്കുന്നത്. 2ഉം കൂടി അങ്ങോട്ട് പോട്ടെ. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ നൗഫലിൻ്റെ നേർക്ക് കടുപ്പിച്ചിട്ട് നോട്ടം നോക്കി. വന്നിട്ട് 2ആൾക്കും പോകാനുള്ള പ്ലാനൊന്നുമില്ല. നൗഫലും ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. ഇൻഷാ അല്ലാ
ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.